നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കാത്തതിൻ്റെ കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി. നിമിഷപ്രിയയുടെ മോചനം വൈകുന്നതിൻ്റെ കാരണം യുവ MLA ആണെന്നും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്നതിന് എതിരായി പ്രവർത്തിക്കുന്നവരെ ഈ MLA സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ആക്ഷൻ കമ്മിറ്റി അംഗം പറഞ്ഞത്. പോളെന്ന പ്ലാസ്റ്ററും സാമുവൽ ജെറോമും നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ കാര്യത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നെന്നും ഇവരെ ഈ MLA സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ആരോപണം. യുവ MLA ഇവരെ സഹായിക്കുന്നത് നിർത്തുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ കാര്യം എത്രയും വേഗം തന്നെ നടപ്പിലാകുമെന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി അംഗമായ കുഞ്ഞഹമ്മദാണ്. യുവ MLA ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അതുകൊണ്ടാണത്രേ നിമിഷയുടെ മോചനം വൈകുന്നതെന്നും. ഒരിടത്ത് തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ ഫത്താഹ് മഹദി നിമിഷയ്ക്ക് ഒരിക്കലും തന്നെ മോചനം സാധ്യമാകില്ലെന്നും വധശിക്ഷ നടപ്പാക്കുവാൻ ഏതറ്റം വരേക്കും പോകുമെന്നും പറയുമ്പോൾ സാമുവൽ ജെറോമിനെയും മറ്റും സഹായിക്കുന്നത് യുവ MLA നിർത്തുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് ആക്ഷൻ കമ്മിറ്റി പറയുന്നതും വ്യക്തമായി എന്താണ് ഈ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് വഴിവെക്കുന്നു. തെക്കൻ കേരളത്തിലെ ഒരു യുവ MLA ഹൈദരാബാദുകാരനായ പ്ലാസ്റ്ററുടെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ആക്ഷൻ കമ്മിറ്റി അംഗമായ കുഞ്ഞഹമ്മദ് പറയുന്നത്. ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയെന്നും സത്യത്തിൽ ഇവർ നിമിഷപ്രിയയെ സഹായിക്കുകയല്ല ചെയ്യുന്നത്, ദ്രോഹിക്കുകയാണെന്നാണ് അദ്ദേഹം ഈ വേളയിൽ പറഞ്ഞത്. നിമിഷപ്രിയയുടെ മോചനം തടസ്സപ്പെടുത്തുന്നത് എന്തിനു വേണ്ടി? ഇതുകൊണ്ട് എന്ത് ലാഭമാണ് മറ്റുള്ളവർക്ക് കിട്ടാനുള്ളത്? ആരാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന യുവ MLA എന്നുള്ള കാര്യം ഇവർ തുറന്നു പറഞ്ഞിട്ടില്ല. തെക്കൻ കേരളത്തിലെ ഒരു യുവ MLA എന്ന് പറയുന്നത് ആരായിരിക്കും? എന്തിനു വേണ്ടി നിമിഷപ്രിയക്ക് മോചനം ലഭിക്കുന്ന കാര്യത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ഇവർ ഒരുങ്ങുന്നു? തെക്കൻ കേരളത്തിലെ പ്രശസ്തനായ ഒരു യുവ MLA പറഞ്ഞ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള പാസ്റ്ററുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. കൃത്യമാണ് സംഭവം. യമനിയിലെ ഹൂത്തികളുമായിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് വീഡിയോയിൽ അവിടെ തൊട്ടടുത്ത് ഈ പാസ്റ്ററോട് അടുത്തിരിക്കുന്നത് നിമിഷപ്രിയയുടെ മകളാണ്. ആ മകൾ എങ്ങനെ ഈ പാസ്റ്ററുടെ കയ്യിലെത്തി, അല്ലെങ്കിൽ ഈ നിമിഷപ്രിയയുടെ ഭർത്താവ് എങ്ങനെ ഈ പാസ്റ്ററുടെ കയ്യിലെത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഈ തെക്കൻ കേരളത്തിലെ യുവ MLA തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കേസിന് ദ്രോഹിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിന് സഹായകരമായിട്ടുള്ള നിലയിലല്ല അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രവർത്തനമെന്ന് ഞങ്ങൾ വളരെ ശക്തമായി ആക്ഷേപം ഉന്നയിക്കുകയാണ്.